അന്യസംസ്ഥാന തൊഴിലാളികൾ കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യുന്നു എന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ അവർ തന്നെ കൂലി സ്വയം നിശ്ചയിച്ച് ബോർഡും പോസ്റ്ററുമൊക്കെ അടിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ വോട്ട് ചെയ്യാനും മറ്റുമായി പോയിട്ട് പലരും മടങ്ങി വന്നിട്ടില്ല. അത് കേരളത്തിലെ നിർമ്മാണ, വ്യവസായ മേഖലയെ, ഹോട്ടൽ മേഖലയൊക്കെ തന്നെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശീയരുടേതിന് സമാനമായ കൂലി കൂട്ടിച്ചോദിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ പോസ്റ്ററും അതുപോലെ തന്നെ ബാനറും ഫ്ലക്സും ഒക്കെ അടിച്ചിറക്കുന്നത്. ഇതോടുകൂടി നിർമ്മാണ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് എന്ന് നിർമ്മാതാക്കളും അതുപോലെ തന്നെ വ്യാപാരികളും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നു. തദ്ദേശീയരായ പണിക്കാരെ കിട്ടാനില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ആണെങ്കിൽ നേരത്തെ 800-ഉം 900-ഉം ഒക്കെ ദിവസക്കൂലി ആയിരുന്നത് ഇപ്പോൾ 1400-ഉം 1500-ഉം ഒക്കെ ചോദിച്ച് പ്രത്യേക ബോർഡുകളും നോട്ടീസുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ആരും പണിക്ക് വരില്ല എന്നുള്ള ഭീഷണിയും ഉണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലക്സിൽ പറയുന്നത് 1400 വരെ സ്കിൽഡ് വർക്കർമാർക്ക് ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ സഹായിയായി പ്രവർത്തിക്കുന്നവർക്ക് 1100 വരെ ശമ്പളം കൊടുക്കണം, എങ്കിൽ മാത്രമേ പണി ചെയ്യൂ, അതിൽ കൂടുതൽ ആരും കൊടുക്കരുത് എന്നും പറയുന്നുണ്ട്. ഇത് കേരളത്തിലെ നിർമ്മാണ മേഖലയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് എന്നാണ് സൂചനകൾ. പോയവർ മടങ്ങി വരുന്നില്ല. ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ കൂലി കൂട്ടിച്ചോദിക്കുന്നു. മാത്രമല്ല, തദ്ദേശീയരായ ആളുകളെ വിളിക്കുകയാണെങ്കിൽ ഈ 1400-ലും അധികം കൂലി അവർക്ക് കൊടുക്കേണ്ടി വരും. കുറഞ്ഞ കൂലിക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന കാലമൊക്കെ പോയി എന്നാണ് ഈ റിപ്പോർട്ടുകളും ഈ അവസ്ഥയും സൂചിപ്പിക്കുന്നത്. ഇനി ബംഗാളികളെ കിട്ടണമെങ്കിൽ, അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് കിട്ടണമെങ്കിൽ അവർ പറയുന്ന കൂലി കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് സംഘടിതരാണ് അവർ എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോഴും ഉള്ളത്. അവർ ഒരു സംഘടിത മനോഭാവത്തോടെ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മേഖലകളും വലിയ പ്രതിസന്ധിയിലാകും. ഹോട്ടൽ ജോലി, നിർമ്മാണ വ്യാപാര മേഖല, കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, അങ്ങനെയുള്ള മേഖലകൾ ഒക്കെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. മഴ കനക്കുന്നതിന് മുൻപ് പല പണികളും പൂർത്തിയാക്കാനുണ്ട്. എന്നാൽ ഇത്രയും കൂലി കൊടുത്തെങ്കിൽ മാത്രമേ തങ്ങൾ വരികയുള്ളൂ. തങ്ങൾ ഒരു കൂലി നിശ്ചയിച്ചിരിക്കുന്നു, അതിൽ കൂടുതൽ ആർക്കും കൊടുക്കാൻ തങ്ങൾ സമ്മതിക്കില്ല. തദ്ദേശീയരെ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവർക്ക് കൂലി കൂട്ടി കൊടുത്തുകൊള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇത് ഏതു തരത്തിൽ കേരളത്തിന്റെ ഈ വ്യാവസായിക നിർമ്മാണ മേഖലയെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ആശങ്കാകുലരാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരും മറ്റ് നിർമ്മാതാക്കളും ഒക്കെ തന്നെ. സംസ്ഥാന ലേബർ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം നിർമ്മാതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു തരത്തിലും ലേബർ വകുപ്പുമായോ അങ്ങനെയുള്ള ഏജൻസികളുമായോ സർക്കാർ സംവിധാനങ്ങളുമായോ ബന്ധപ്പെടാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തയ്യാറാകുന്നില്ല എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്.